കഥയിൽ നിങ്ങൾ എവിടെയൊക്കെയോ കണ്ടുമറന്ന കുറേ മോഹങ്ങൾ ഉണ്ടാകും. അത് തികച്ചും യാദൃച്ഛികം എന്ന് ഞാൻ പറയുന്നില്ല. അതൊരു സത്യമാണ്. അതുകൊണ്ട് അവസാനം വരെ കാണുക. ഒരു വെഡ്ഡിംഗ് ആനിവേഴ്സറി ദിവസം സാധാരണ പോലെ നമ്മുടെ ഹീറോ ആകെ ബിസിയായിരുന്നു. കോൾസ്, ജോലി, റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ മൊത്തത്തിൽ തിരക്ക്. എന്തിനാ വേണ്ടി സൈൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ദിവസം അവന്റെ മനസ്സിലുടക്കി. ഈ ദിവസത്തിന് എന്തോ പ്രത്യേകതയുണ്ടല്ലോ. അവൻ ഓർത്തു, ഇന്നെന്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയാ. പെട്ടെന്ന് മൊബൈൽ എടുത്ത് ഭാര്യയ്ക്ക് ടെക്സ്റ്റ് ചെയ്തു, ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറി. നമുക്കിന്ന് മൂവിക്ക് പോയാലോ? ഡിന്നറും ആവാം. അവൾ ശാന്തമായി ചിരിച്ചു. വേണ്ട. അവൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. എന്തേ? അല്ല, ഇന്നെങ്കിലും ഫ്രീ ആയല്ലോ. ഹസ്ന സ്പാർക്ക് വൈബ്സിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവൾ പതുക്കെ പറഞ്ഞു, എനിക്ക് മൂവിക്കും പോകണ്ട, ഡിന്നറും വേണ്ട. പക്ഷേ അത് കേട്ടപാടെ നമ്മുടെ ഹീറോ പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, നീ എന്ത് ചോദിച്ചാലും ഞാൻ തരുന്നതായിരിക്കും. ഉറപ്പാണല്ലോ? അവനും പറഞ്ഞു, അതെ ഉറപ്പാണ്, 100%. അപ്പൊ അവള് പറഞ്ഞു, മൂവിക്കും ഡിന്നറിനും വേണ്ടി ചെലവഴിക്കുന്ന ആ ഒരു 4 മണിക്കൂർ സമയം അതെനിക്കൊന്ന് തരാമോ? ആ വാക്കുകൾ കേട്ട് അവൻ നിശബ്ദനായി നിന്നു. അവൾ അവനെ കുറ്റപ്പെടുത്തിയതല്ല. അവൾ പറയാൻ ശ്രമിച്ചത്, ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒന്ന് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കുന്ന സമയമാണ്. ഒരു വീട്ടിൽ താമസിച്ചാലും ഒരുമിച്ചിരുന്ന് 2 വാക്ക് സംസാരിക്കാൻ സമയം കിട്ടാതെ പോകുന്നവരാണ് നമ്മളിൽ പലരും. രാവിലെ ജോലി തിരക്ക്, വൈകുന്നേരം നാളത്തെ ജോലിയെക്കുറിച്ചുള്ള ചിന്ത, പിന്നെ മൊബൈൽ ഡിസ്ട്രാക്ഷൻ. രാത്രിയായാലും ആകെ ടയേർഡ്, സ്ട്രെസ് അടിച്ച മൈൻഡ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകും. പക്ഷേ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. ഈ സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ മാത്രം ഒരുമിച്ചിരുന്ന് കഴിക്കേണ്ട ഒന്നാണോ ഡിന്നർ? നമുക്ക് ഓർമ്മയില്ലേ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കറണ്ടൊക്കെ പോകുമ്പോൾ ഒന്നുകിൽ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ പുറകുവശത്ത് ഫാമിലിയൊക്കെ ഒത്തൊരുമിച്ചിരുന്ന് ഒരു ചെറിയ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് മുത്തശ്ശിയും മുത്തശ്ശനും അച്ഛനും അമ്മയും ഒക്കെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചിരുന്ന ആ കുട്ടിക്കാലം, നമ്മൾ മക്കളെല്ലാവരും ഒരുമിച്ചിരുന്ന് കളിച്ചിരുന്ന ആ കുട്ടിക്കാലം, മഞ്ചാടിക്കുരുവും കള്ളനും പോലീസും ഒക്കെ കളിക്കുന്നത് കറണ്ട് പോകുമ്പോഴാ. അത് വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും എന്ത് സന്തോഷമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മളെ കയ്യിൽ എല്ലാം ഉണ്ട്. ലൈറ്റിന് ലൈറ്റ്, വൈഫൈക്ക് വൈഫൈ, ഫോണിന് ഫോണ്. പക്ഷേ എവിടെയോ ഒരു സന്തോഷം മിസ്സാകുന്നില്ലേ? എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെയോ ഇല്ല എന്ന തോന്നല്. അത് ശരിക്കും ഈ ലോകത്ത് വെച്ച് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സമ്മാനമല്ലേ? പരസ്പരം കൊടുക്കാൻ പറ്റുന്ന ആ കുറച്ച് സമയം. അവള് ചോദിച്ചതിൽ എന്താ തെറ്റുള്ളത്? നിങ്ങൾ ആരുടെ പക്ഷത്താ? ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നമുക്കൊരു 5 മിനിറ്റെങ്കിലും പരസ്പരം ചെലവഴിക്കണം. മൊബൈലൊന്നും ഇല്ലാതെ, സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട്, ജസ്റ്റ് നമ്മൾ മാത്രം. അവനത് മനസ്സിലായി. അവൾ ഔട്ടിംഗ് അല്ല റിജക്ട് ചെയ്തതെന്നും ലോൺലിനെസ് ആണ് റിജക്ട് ചെയ്തതെന്നും. അവരങ്ങനെ സന്തോഷത്തോടു കൂടി അടുത്തുള്ള ബീച്ചിലൊക്കെ ഒരു കുഞ്ഞു വാക്കിംഗ് ഒക്കെ പോയി, ഒരുമിച്ചിരുന്ന് സംസാരിച്ച് പഴയ ഓർമ്മകളൊക്കെ പറഞ്ഞ് ചിരിച്ചുല്ലസിച്ച് നല്ലൊരു ഡിന്നറും കഴിച്ച് ഇരിക്കുമ്പോൾ അവൾ അവസാനമായിട്ട് അവനോട് പറഞ്ഞു, ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വിലപിടിപ്പുള്ള ആനിവേഴ്സറി ഗിഫ്റ്റ്. കാരണം അതിൽ ഒരു റിയൽ കണക്ഷൻ ഉണ്ടായിരുന്നു, ഒരു പ്യുവർ ലവ് ഉണ്ടായിരുന്നു. ഒരു ദിവസം നാട്ടുകാരെ കാണിക്കാനായിട്ട്, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാനായിട്ട്, ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒന്നല്ല നമ്മുടെ പേഴ്സണൽ മൊമെന്റ്സ്. എല്ലാ ദിവസവും ചെറിയ സമയമെങ്കിലും പരസ്പരം ചെലവഴിക്കുന്നതിലാണ് യഥാർത്ഥ സ്നേഹം ഒളിഞ്ഞിരിക്കുന്നത്.
ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കുള്ള ഒരു പാഠമാകട്ടെ ഈ കഥ. വെറുതെ വാശി പിടിച്ച് കിട്ടിയ നല്ലൊരു ജീവിതം പാഴാക്കാണ്ടിരിക്കാൻ ഈ കഥ നിങ്ങളെ സഹായിക്കട്ടെ. പെർഫെക്റ്റ് ആയ ആളെ കണ്ടെത്തുന്നതിലല്ല യഥാർത്ഥ സ്നേഹം, ഇംപെർഫെക്റ്റ് ആയ ആളെ അക്സെപ്റ്റ് ചെയ്യുന്നതിലാണ് യഥാർത്ഥ സ്നേഹം. വീണ്ടും കാണാം. അതുവരെ ചിന്തിക്കൂ, ചിന്തിച്ചുകൊണ്ടേയിരിക്കൂ. ബൈ.